ഞാൻ അവിടുത്തെ തിരിച്ചു വരുമ്പോൾ എല്ലാം കൂടി സ്പീക്കർ എടുത്ത് ഓട്ടുക കേട്ടോ. പോലീസ് വന്നിട്ട് എല്ലാത്തിനെയും ഓടിച്ച് ഒരു സൈഡിലേക്ക് ആക്കിട്ടോ. ഓ ജംഗ്ലി പ്യാസ് വയ്യേ. ഇവിടെ ചേച്ചിമാര് വേറെ എന്തൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തന്തൂർ എന്നാണ് പറഞ്ഞത്. തന്തൂർ. और ये एप्पल खा सकते हैं अभी. ആപ്പിൾ കുറച്ചോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടിബറ്റൻ മെഡിസിൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ടിബറ്റൻ മെഡിസിൻസ് അതിങ്ങനെ കവറുകളിലാക്കി അങ്ങനെ വിൽക്കുന്നു. ശരിക്കുള്ള മോമോസ് ഉണ്ടല്ലോ, അത് വെജ് ആണെങ്കിൽ കൂടെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. बहुत अच्छा है दीदी. यहाँ का मेन फ्रूट एप्रिकॉट है. अच्छा. और एप्पल. ओके. ये कितने टाइम लगेगा सूखने के लिए? सूखने के लिए 3-4 दिन. 3-4 दिन. हाँ. और ये बहुत दिन के लिए रहेगी? और पूरा ड्राई तो बहुत दिन के लिए रहेगा. अच्छा. हाँ. और आप शुगर वगैरह ऐड करते हैं इसमें? ना ना ना, बहुत मीठा होता है. अच्छा. हाँ, कुछ नहीं, सिर्फ धूप में सुखा के बस. ओके. नथिंग एल्स. ഹായ്, ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഏകദേശം ഒരു 8 മണിയോട് കൂടിയിട്ട് ലേ എത്തി കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇൻഡസ് നദിയുടെ തീരത്ത് അവസാനിപ്പിക്കുമ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ നമ്മൾ ഓടിച്ച് അവിടെ ലേ എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുമ്പ് ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. ബൈക്ക് പോലും കയറാത്ത പോലെ അത്രയും ട്രാഫിക്. അപ്പോൾ 30 മിനിറ്റാണ് കാണിച്ചിരുന്നത് 2-3 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം സൈഡ് ഒതുക്കി അടുത്ത് കണ്ടൊരു ഹോം സ്റ്റേ കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടായിരുന്നു. പക്ഷേ 4 മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ബുക്ക് ചെയ്തു. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുന്ന വഴി ഭയങ്കര സ്കെയർ ആയിരുന്നു കേട്ടോ. റോഡൊന്നും ഇല്ല, മൊത്തം പാറക്കല്ലും അതിന് മുകളിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ചൊക്കെയാണ് വന്നത്. വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ന് പറ്റുകയാണെങ്കിൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും മെക്കാനിക്കിനെ ഒക്കെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഈ സ്കെയറി ഭാഗത്ത് കൂടെ വന്ന് നമ്മളൊരു വലിയ വീട്ടിൽ വന്ന് താമസിക്കുക കേട്ടോ. ഇതാണ് 800 രൂപയുള്ളൂ. വലിയ റൂമാണ്. 2 പേർക്ക് അല്ല 3 പേർക്ക് കിടക്കാം. 1 2 3 പേർക്ക് കിടക്കാം. പക്ഷേ ഇതിൽ മാത്രമേ വിരിച്ചിട്ടുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പിന്നെ എൻ്റെ റൂഫൊക്കെ ഉണ്ടോ ഇങ്ങനെ മരത്തിൻ്റെ, എനിക്ക് തന്നെ പൈൻ മരങ്ങളിൽ വേറെ എന്തൊക്കെയോ മരങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കണതാണ്. ഇവിടുത്തെ ലോക്കൽ മരങ്ങളൊക്കെ ആയിരിക്കും. സാബ് ഗ്യാത്ത് എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ. എൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു തോട് പോലെ പോകുന്നുണ്ട്. അവിടെ താഴെ അവരെന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഹോളോ ബ്രിക്സ് പോലെ എന്തോ ഉണ്ടാക്കുകയാണ്. അവരെന്തോ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളോ ബ്രിക്സ് അവർ ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മുടെ ഡോമിക്കുട്ടൻ്റെ ഈ അറ്റത്ത് ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ഡോമി അവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് നേരം മുമ്പ് എനിക്ക് ഭക്ഷണം തന്നു കേട്ടോ. അവർ ആപ്രിക്കോട്ടൊക്കെ ഉണക്കാൻ വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും ഓംലെറ്റും പിന്നെ കുറച്ച് ആപ്രിക്കോട്ടൊക്കെ തന്നു. ജാം, അച്ചാർ, ചായ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് റൂമിൽ വന്നാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ സാബ് ഗ്യാത്ത് ഹോം സ്റ്റേയുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാം. ഇവരുടെ കൃഷി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കൃഷിയുണ്ട്. പിന്നെ ഇവരുടെ പറമ്പൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലത്തെ പറമ്പ് പോലെയല്ല, എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്തോ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. എന്നിട്ട് നമുക്ക് ഒന്ന് വെയിലറിയിട്ട്, നല്ല വെയിലാട്ടോ. അത് കണ്ടോ, അങ്ങനെ പൊള്ളുന്ന പോലത്തെ വെയിലാണ്. ഇവിടെ ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒട്ടും തണുപ്പില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫാൻ വേണമെന്നുള്ള പോലത്തെ ഒരു ചൂടുണ്ട്. പക്ഷേ ഇവിടെ ഫാനൊന്നുമില്ല. അവർ പറഞ്ഞാൽ ഈ കൊല്ലം ഭയങ്കര ചൂട് കൂടുതലാണ് സാധാരണ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലൊക്കെ ആറിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ ലേയിലത്തെ കുറച്ച് മെയിൻ അട്രാക്ഷൻസ്, ഇവിടുത്തെ ലേ മാർക്കറ്റ്, ഇവിടുത്തെ സിറ്റി ഒക്കെ ഒന്ന് കാണാം, ലേ സിറ്റി ഒക്കെ ഒന്ന് കാണാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു 10 പിൻ സ്റ്റോറീസ്. ഇത് ഇവരുടെ വീടിൻ്റെ ബാക്ക് ഗേറ്റ് ആട്ടോ. അവിടെ നിന്ന് നോക്കിയേ, ദൂരെ മലകളൊക്കെ കണ്ടോ, എന്ത് രസമാണെന്നറിയോ. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മൗണ്ടൻ ഉണ്ട്, ഒട്ടും പച്ചപ്പില്ലാത്തൊരു മൗണ്ടൻ. അപ്പോൾ ഇവിടെയാണ് നമ്മളിത് ഡോമീനെ വെച്ചേക്കണം. ആ കാണുന്ന റൂമിൻ്റെ അവിടെ നിന്നാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തന്ന ഡോമീനെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു തോടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഈ തോട് ഇവർ പറഞ്ഞത് ഒരു 10 കൊല്ലം മുമ്പ് ഭയങ്കര ക്ലീനായിരുന്നു, ഇതിലെ വെള്ളം വേണമെങ്കിൽ കുടിക്കായിരുന്നു, അങ്ങനത്തെ തോടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ നിറച്ച് പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അവർ പറഞ്ഞത് ടൂറിസം കൂടിയപ്പോൾ ആൾക്കാരെല്ലാം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടും. അങ്ങനെ വെള്ളം വരുമ്പോൾ മഴ പെയ്യുമ്പോൾ അതൊക്കെ കൂടി ഒലിച്ച് ഇവിടെ വരും. നിറച്ച് പ്ലാസ്റ്റിക് അതിൻ്റെ അകത്ത്. കുർക്കുറെ, ലേസ്, ബിയറിൻ്റെ ക്യാന്, തൈരിൻ്റെ പാക്കറ്റ്, അങ്ങനെ നിറച്ചും വേസ്റ്റ് ആട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയായിരുന്നു ടൂറിസം വന്നപ്പോൾ കുറേയൊക്കെ നല്ല കാര്യങ്ങളുണ്ടായി, പക്ഷേ ഇതുപോലത്തെ കുറേ മോശം കാര്യങ്ങളും ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് വീടിൻ്റെ സൈഡിൽ ഈ കാണുന്നവരുടെ കിച്ചണാണ്. കിച്ചൺ പുറത്താണ്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ തണുപ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെ, ഈ ഭാഗത്ത് ഇവർ ഇത് നട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെ കോട്ടൺ വുഡാണ് കേട്ടോ. ഇവർ പോപ്പുലർ എന്നാണ് പറയുന്നത്. പോപ്പുലർ ട്രീ ആണ് കോട്ടൺ വുഡ്. അപ്പോൾ അതിങ്ങനെ വളർത്തി വലുതാക്കി കുറേ നാൾ കഴിയുമ്പോൾ വെട്ടി
മറ്റേ നമ്മൾ റൂമിൻ്റെ മുകളിൽ ഇട്ടേക്കണ പോപ്പുലറിൻ്റെ തടിയാണ് അത്ര. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തുണി തോരയിടായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇപ്പുറത്ത് വില്ലോ ഉണ്ട്, ഈ കാണുന്നതൊക്കെ വില്ലോ ആണ്. നമ്മൾ ബാറ്റൊക്കെ ഉപയോഗിക്കണ, ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ വില്ലോ, അപ്പോൾ ഇതൊക്കെ വില്ലോ മരങ്ങളാണ്. ഇത് എത്രത്തോളം വളരുമെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ നല്ല രസമുണ്ട്. അതിൻ്റെ അകത്ത് ആ നീല ആകാശം കൂടി ഇടയിൽ വന്ന് അതിൻ്റെ ഇടയിൽ സൂര്യനും കൂടി അടിക്കുമ്പോൾ നല്ല രസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലൊരു പറമ്പ് പോലെയല്ല, പക്ഷേ എന്തോ ഒരു പ്രത്യേകതയില്ലേ, പറമ്പ് തന്നെ. പക്ഷേ നമുക്ക് വെറുതെ വരില്ല, അതിരും അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ഇങ്ങോട്ടൊന്നും വന്നില്ല, ഞാൻ പുറത്തുനിന്ന് കണ്ടതാണ്. ഇവിടെ കൂടെ ഒരു ചെറിയൊരു സ്ട്രീം പോലെ പോകുന്നുണ്ട് നനയ്ക്കാനുള്ള ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതേ ഇവിടെ വരെ ഇവരുടെ അതിര്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ വേറെ ഇങ്ങനെ എം ടി പറമ്പാണ്, അവിടെ ഒരു വീട് കാണാനുണ്ട്. പഴയ മരങ്ങളാന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ. ഈ ഒരു ഭാഗത്ത് 4 സൈഡിലും തടം കെട്ടിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടേക്കാണ് കേട്ടോ. ഇതും മറ്റേ കോട്ടൺ പ്ലാന്റ് ആണ്, കോട്ടൺ വുഡ് ട്രീ ആണ്. അപ്പോൾ എന്തിനാണോ അവിടെ അതിൻ്റെ ചേട്ടൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഒരു അപ്പൂപ്പൻ ഒരു അമ്മൂമ്മ. ഈ അപ്പൂപ്പന് ഒരു 70 വയസ്സായിട്ടുണ്ട്, IB റിട്ടയർ ആയതാണ്. പിന്നെ ഭാര്യ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ മോനാന്ന് തോന്നുന്നു. ആളിവിടെ ന്യൂമ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി മാറിയിട്ടാണ്, 150 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണു. വൈഫ് ഇവിടെ റൂറൽ ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യണു. കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അവർക്ക് വെക്കേഷൻ, അപ്പോൾ സമ്മർ ഹോളിഡേയ്സ് അത്ര. ഇതിൻ്റെ ഒരു 15 ദിവസം അവർക്ക് ഹോളിഡേയ്സ് ഉണ്ടാവും. വിൻ്ററിൽ 10-70 ദിവസമൊക്കെ കിട്ടും തോന്നുന്നു കേട്ടോ. മുകളിൽ ഒരു പ്ലെയിൻ പോണു ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇൻഡിഗോ ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വല്ല ആർമിയുടെ വല്ല പ്ലെയിൻ ആണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വിൻ്ററിലാണ് അത്ര കൂടുതൽ വെക്കേഷൻ കിട്ടുക, സമ്മറിൽ കുറച്ച് ദിവസമേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതെ കുഞ്ഞി ആപ്പിൾ മരങ്ങൾ, ആപ്പിൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ, ഒന്നും പാകമായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ എന്തോ പുകയ്ക്കുണ്ട് കേട്ടോ, അത് ഈ ടിബറ്റൻ ആചാരം തോന്നുന്നു. ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളിട്ട് പുകയ്ക്കും. आपको आज छुट्टी है? हाँ मेरा हॉलीडे है। हाँ अब मुझे पता नहीं था, अभी दीदी बोल रहा था आप न्योमा में काम कर रहा है. हाँ रोड अच्छा है न्योमा तक? वेरी नाइस। यहाँ क्या क्या है? बहुत सारी चीज है। ओके ब्रोकोली देखा मैंने, कैबेज देखा और स्पिनच, हाँ पोटैटो, वो सब घर के लिए सब यहाँ से मिलता है. सब कुछ। और बाकी बेचता है? बाकी बेचता है, अच्छा जो बचता है वो मम्मी बेचता है। ओके. और ये एप्पल ये खा सकता है अभी? हाँ अच्छा खा लीजिए। छोटा वाला एप्पल है, वेरी न्यूट्रिशियस बोलते हैं अच्छा अच्छा एज कंपेयर टू अदर एप्पल एप्पल होता है ना, हाँ ये ज्यादा न्यूट्रिशियस होता है। ഓക്കെ. ആപ്പിൾ പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് ഏതാ കറക്റ്റ് നോക്കി പറിക്കാന്നറിയില്ല കേട്ടോ. ഇത് പഴുത്തതാണോ ഏതാണ് പച്ചയാണോ എന്നറിയില്ല. നമുക്ക് ഒരെണ്ണം വലുത് നോക്കി പറിക്കാം. പോരട്ടെ. ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണെന്നാ കേട്ടോ പറഞ്ഞ. ഗ്രീൻ ആപ്പിൾ. നിമിഷ നേരം കൊണ്ട് ആപ്പിൾ തീർന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അതെ പലതരം ചെടികളുണ്ട്. ചീരയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാബേജ് ഉണ്ട്, റാഡിഷ് ഉണ്ട്, എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയാത്തതിൻ്റെ ഇടയിൽ ഒരു കുരുവി ഇരിക്കുന്നുണ്ടല്ലോ, കുരുവി എന്നാ പറഞ്ഞുപോയി. അപ്പോൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ ഏപ്രിൽ മാസങ്ങളിൽ അത്ര നടുക. അങ്ങനെ നട്ടിട്ട് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും മാക്സിമം വിളവെടുത്ത് തീർക്കും, എല്ലാം തീരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടാൻ പറ്റില്ല, പിന്നെ മഞ്ഞ് പെയ്യും. പിന്നെ ഇപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ കൂടെ അതെല്ലാം നശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ ആ സമയത്തൊക്കെ ഇവർ ഇവിടെ ഗ്രീൻ ഹൗസിന് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് തുറന്ന് വെച്ചേക്കാണ്. അപ്പോൾ അതെ ഇതാണ് അവരുടെ ഗ്രീൻ ഹൗസ്. അപ്പോൾ ഡിസംബർ ആകുമ്പോൾ ഇത് കവർ ചെയ്യുമായിരിക്കും. പിന്നെ ഉള്ള വളർത്തുന്നതൊക്കെ ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഫുഡിൻ്റെ റേറ്റൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് 160 രൂപ, ഡിന്നർ ലഞ്ചൊക്കെ 150 രൂപ. അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന സാധനം കൊണ്ടാണ് ഉണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരു ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കണേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സർപ്ലസൊക്കെ ഇവർ വിൽക്കുന്ന അവിടുന്ന് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞ് തെറ്റിക്കുന്നില്ല. കുറേ സാധനങ്ങളുണ്ട്, ചിലതൊന്നും എനിക്കറിയില്ല, ചിലത് എനിക്കറിയാം. അപ്പോൾ അവിടെ ഒരു ഗ്രീൻ ഹൗസ് പണിയുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് ഗേറ്റ്, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. എൻ്റെ മുകളിൽ അവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട്. ഞാൻ നേരത്തെ ടിബറ്റൻ ആചാരപ്രകാരം എന്ന് പറയാൻ കാരണം ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന അവിടെ എല്ലാവരും അക്കിലത്തെ ആൾക്കാർ കൂടുതലും ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്നത് ടിബറ്റൻ കലണ്ടറും അവിടുത്തെ ആചാരങ്ങളും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. What do you use this willow for? Construction. Okay. It's the same willow for making bats? Cricket bats? No, it's a different one. Yeah, different. Okay.
ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. മറ്റേ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിക്കുന്ന വില്ലോ ഇതല്ല, ഇത് വേറെ വില്ലോ ആണ്. ഇത് കൺസ്ട്രക്ഷനും പിന്നെ മറ്റേ കത്തിക്കാനും ഉപയോഗിക്കുന്ന തോന്നുന്നു കേട്ടോ. പിന്നെ ഈ ഭാഗത്തായിട്ടുണ്ടല്ലോ ഇവർ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ പച്ചക്കറി വേസ്റ്റൊക്കെ വെച്ചിട്ട് അത് മൂടിയിട്ടുണ്ട്. പിന്നെ അതിനുള്ളൊരു ഡീകമ്പോസറും ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചേട്ടൻ അത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്ടീരിയയും ശർക്കരയും വെള്ളവും കൂടി അതിൻ്റെ എടുത്തിട്ട് അതിനെ ഇതിലേക്ക് ഒഴിച്ച് ചെടികൾക്ക് ഒഴിക്കുന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മേത്തി, മിൻറ്റ്, പിന്നെന്താ മല്ലിയില, ക്യാബേജ്, എല്ലാം കുറേ സാധനങ്ങളുണ്ട്. സമയം 4-4:30 ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റാണ് ഈ നേരമായപ്പോൾ. നല്ല കാറ്റ്. ഈ നേരം എന്നല്ല കേട്ടോ, ഞാനൊരു 2:30-3 തൊട്ട് തുടങ്ങിയതാ. ഇതൊരു കാറ്റാണെന്നറിയോ. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്തിറങ്ങി നമുക്ക് ഡോമിനെ കൊണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഈ ഭാഗത്തൊന്ന് കറങ്ങാൻ പോകാം കേട്ടോ. എവിടേക്കൊക്കെ പോകണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ലേ മാർക്കറ്റ് പോകണമെന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ശാന്തി സ്തൂപയുണ്ട്, ശാന്തി സ്തൂപ കാണണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ അലസമായിട്ട് നമ്മുടെ ആ ഒരു ഫ്ലോയിനനുസരിച്ച് അങ്ങനെ പോവാം. ഈ ഭാഗത്ത് റിവർ ഒഴുകുന്നുണ്ട്, അതിൻ്റെ ഭാഗത്തൊന്ന് പോയി കാണണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കടന്ന് പോവോ ചേട്ടാ, ഞാൻ ആ സൈഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇനിയും കഷ്ടിച്ച് പോകും. ഓക്കെ, താങ്ക് യു. റിവറിൻ്റെ ഭാഗത്ത് എൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ഈ വഴി വരുമ്പോണ്ടല്ലോ ഒന്നും കാണാണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല ഇതിൽ വഴി മൊത്തം പട്ടികളായിരുന്നു കേട്ടോ. ആഹാ, അയ്യോ, ഇന്നലെ രാത്രി ഇതൊക്കെ മിസ്സായിട്ടാ. ഇന്നലെ ഞാൻ എവിടുന്ന വന്നതെന്നും കൂടെ എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു ബന്ധമില്ലാത്തൊരു വഴിയിൽ നിന്നായിരുന്നു, അതെന്നാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ മാപ്പിൽ വെറുതെ റിവറിൻ്റെ ഭാഗത്തേക്ക് ഒരു ഇതിട്ടിട്ടുണ്ട്. ആഹാ, ചെറിയൊരു തോട് പോലെ പോണ കണ്ടോ. വാവ് മാൻ, പൊളി ബ്രോ, പൊളി, എന്ത് രസാ. ഇന്നലെ രാത്രി ഇതിൽ വരുമ്പോണ്ടല്ലോ ഒരു ഭയാനകമായ അന്തരീക്ഷമായിരുന്നു. ഈ സ്ഥലമാണെന്നേ പറയില്ല. എനിക്കിങ്ങനെ വെള്ളമൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇന്നലെ ഇതിൻ്റെ വെളിച്ചത്തിൽ, ബൈക്കിൻ്റെ വെളിച്ചത്തിൽ. പക്ഷെ എനിക്കത് എന്താണെന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല. കുതിരകൾ മേഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ, നിറച്ചുണ്ട്. ദൂരത്തെ മലകളും ആ കുതിരകളും കൂടി നല്ല വ്യൂ. അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഇരുന്ന് വൈകുന്നേരത്തെ ചായ കുടിക്കുക, അങ്ങനെ എന്തോ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ സീനാട്ടോ ഇത്. ആ ഭാഗത്ത് വെള്ളത്തിൻ്റെ നടുവിലുണ്ടല്ലോ ഇങ്ങനെ പുൽത്തകിടുകൾ പോലെ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണ് അത് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ വെള്ളത്തിൽ നിറച്ച് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കവറുകൾ, തെർമോക്കോളിൻ്റെ പീസുകൾ എല്ലാം നിറച്ച് പ്ലാസ്റ്റിക്കാണ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ആ തോടിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഒഴുകുന്ന തോടിൻ്റെ കാര്യം. അത് ഭയങ്കര കൺസേണിങ് ആയിട്ടാണ് അവർ പറഞ്ഞത്. ഇവിടെ വന്ന പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ ടൂറിസത്തിനോടനുബന്ധിച്ച്, ടൂറിസം വളരുന്നതിനെതിരല്ല കേട്ടോ അവർ, പക്ഷേ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ആവുന്നതിൻ്റെ ഒരു കാര്യം അവരിങ്ങനെ പറയായിരുന്നു. ഈ വഴി മൊത്തം അവിടെ അടിപൊളിയാണല്ലോ. ദൈവമേ നോക്കിയേ, സൈഡിൽ കൂടെ ഒരു ഇത് ഒഴുകണേ, ഇത് രസാലേ. അല്ല, ലഡാക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ ലേയിലത്തെ എയർപോർട്ടാണ് കേട്ടോ. കുഷോക് ബക്കുള്ള റിംപോച്ചെ എയർപോർട്ടാണിത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ, ആ കാണുന്നത് സ്പുട്നിക് മൊണാസ്ട്രിയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരും സ്പുട്നിക് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് ഓടിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം ഇൻഡസ് ആണ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് ഫേ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിൻ്റെ ബോർഡ് കണ്ടപ്പോൾ വണ്ടി അങ്ങോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. താഴെ ഉണ്ടല്ലോ ലഡാക്കികളുടെ പാർട്ടി സീൻ നടക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭയങ്കര പാട്ടും ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ. ലഡാക്കികൾ മാത്രമല്ല കുറേ ഫോറിനേഴ്സും ഉണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൺഡേ.
ലഡാക്കികളുടെ പാർട്ടി സീൻസ് അല്ല കേട്ടോ. ശരിക്കും ഇത് എനിക്ക് മനസ്സിലായത് ഇതൊരു സെക്ലൂഡഡ് ആയിട്ടൊരു ഏരിയ ആണ്, അധികം ആരും വരാത്ത. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് മിക്കതും ഈ ഫോറിനേഴ്സൊക്കെ പോവുക. അപ്പോൾ അവർ അങ്ങനെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു 4-5 പേര് വലിയ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് കള്ള് കുടിച്ച് ഉറക്കെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമുക്കൊരു പാർട്ടി സീൻ വൈബ് കിട്ടണേ. അല്ലെങ്കിൽ ഇത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഫോറിനേഴ്സ് മിക്കവരും ഇങ്ങനെ തുണിയൊക്കെ കൊണ്ടുവന്ന് അവിടെ വിരിച്ച് അതിൻ്റെ മുകളിലിരുന്ന് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ചിലർ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലിങ്ങനെ വെറുതെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേ എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്, ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ, ഈ വഴിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ അതേ റിവർ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോയാലും അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ തിരിച്ചു വരുമ്പോൾ എല്ലാം കൂടി സ്പീക്കർ എടുത്ത് ഓട്ടുക കേട്ടോ. പോലീസ് വന്നിട്ട് എല്ലാത്തിനും ഓടിച്ച് ഒരു സൈഡിലേക്ക് ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരുണ്ടല്ലോ, ഇങ്ങനെ നല്ല സ്ഥലങ്ങളൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല. അതുമാതിരി വേസ്റ്റാണ് എല്ലാ പുഴയുടെ തീരത്തും ഇഷ്ടംപോലെ ഇങ്ങനെ ബിയറിൻ്റെ ക്യാൻ, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ്, എന്തോരം വേസ്റ്റ് എന്നറിയാം. അപ്പോൾ നമുക്ക് പതുക്കെ ജേർണി കുറച്ചും കൂടി മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം. അവരെ ഓടിച്ചോട് കൂടിയിട്ട് ബാക്കി എല്ലാവരോടും പോലീസ് പോകാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നാണം കെടാൻ പറ്റിയില്ല. അപ്പോൾ ഈ പോകുന്ന ഫോറിൻ ടൂറിസ്റ്റൊക്കെ ഉണ്ടല്ലോ, അവരൊരു കവറിൻ്റെ അകത്ത് അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെയും കുടിച്ച ബിയറിൻ്റെയും ഒക്കെ ക്യാനുകളൊക്കെ അതിൻ്റെ അകത്ത് ആക്കി കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മളും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്, എങ്ങനെ അത് വൃത്തിയാക്കി വയ്ക്കാം, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വേറെ ആരെയും അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെൻറ്റിനെ പോലും അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ലേ ഭാഗത്തേക്ക് പിന്നെ ഓടിക്കാം കേട്ടോ. നമുക്ക് ലേ മാർക്കറ്റിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ ഹോം സ്റ്റേയിലെ ആ ചേച്ചി പറഞ്ഞു ഇന്ന് അവിടെ ലേയിലത്തെ കുറച്ച് SHGസിൻ്റെ ഫുഡ് സ്റ്റോൾസ് നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോയിക്കോളൂ, നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ലഡാക്കി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നേരെ അങ്ങോട്ട് വിടാം നമുക്ക്. ഇവിടെ മാർക്കറ്റിൻ്റെ സൈഡിൽ കുറേ നേരം തപ്പിയിട്ട് ഒരു ബൈക്ക് പാർക്കിംഗ് കിട്ടി കേട്ടോ. ബൈക്ക് പാർക്കിംഗ് അല്ല, ഒരു പാർക്കിംഗ് സോൺ കിട്ടി. അപ്പോൾ അവിടെ കൊണ്ടുവച്ചു. കുറേ സ്ഥലത്ത് വണ്ടി വയ്ക്കാം, പക്ഷേ നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കെട്ടി വലിച്ച് കൊണ്ടുപോകണേക്കാൾ നല്ല ഇതാണല്ലോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ആ കാണുന്നതാണ് മാർക്കറ്റ്, ലേ മാർക്കറ്റ്. പണ്ട് ഞാനിവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത് 10 കൊല്ലം കേട്ടോ. 10 കൊല്ലമല്ല, 8 കൊല്ലം മുമ്പാണ് ഞാനിവിടെ വന്നേ. അപ്പം അന്ന് വരുമ്പോൾ ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല കേട്ടോ. കടകളും വളരെ കുറവ്. ഇപ്പോൾ നമ്മൾ ലേയിലേക്ക് വരുന്ന വഴിയായാലും ശരി, ഇത്രയും കടകളൊന്നുമില്ല. ഇപ്പം ആകെ മാറി, മൊത്തം കണ്ടോ, വലിയൊരു ടൗണായിട്ട് മാറിയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കാൻ. നിറച്ച ആൾക്കാർ, കുറേ സ്ത്രീകളിരുന്ന് പച്ചക്കറി വിൽക്കുന്നു, ഷോളുകൾ വിൽക്കുന്നു, പലതരം ഇങ്ങനെ വൂളൻ ക്ലോത്ത്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊന്നും എന്താണെന്നില്ല എനിക്കറിയില്ല. ഈ ടിബറ്റൻ മെഡിസിൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ടിബറ്റൻ മെഡിസിൻസ് അതിങ്ങനെ കവറുകളിലാക്കി അങ്ങനെ വിൽക്കുന്നു. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. കുറേ പൊടികളൊക്കെ ഇങ്ങനെ ലെതറിൻ്റെ പൗച്ചുകളിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഒരു പേപ്പറിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എള്ളിൻ്റെ എണ്ണയിൽ അത് മിക്സ് ചെയ്ത് പരട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടൊരു ഇത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ല കേട്ടോ. അന്ന് ഇവിടെ മണിരത്നത്തിൻ്റെ മറ്റേ കാറ്റുവെളിയുടെ അങ്ങനെ ഒരു സിനിമയില്ലേ, അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയം. അപ്പോൾ
ഇവിടെ ഞാൻ ഇങ്ങനെ വെറുതെ നടക്കുമ്പോൾ അതിഥി റാവു ഹൈദാരിയില്ലേ, അവരിങ്ങനെ നടന്നു പോകണ കണ്ടു. അന്ന് അങ്ങനെ അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. 2-3 മലയാളികളെ പരിചയപ്പെട്ടു. പിന്നെ ആ സമയത്ത് ഇവിടെ ഫോൺ നെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നു. ഇവിടെ ആകെ ഒരു ISDPC ഉണ്ട്. അവിടെ പോയിട്ട് വൈകുന്നേരം 5:30 അത് ഓപ്പൺ ആവുള്ളൂ, അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വേണം വീട്ടിലേക്കൊക്കെ വിളിക്കാൻ. അപ്പോൾ അതൊക്കെ ഓർമ്മ വരും അതിലിങ്ങനെ നടക്കുമ്പോൾ. ഇവിടെ ഈ ഭാഗത്ത് എവിടെയും ഒരു കറക്റ്റ് വന്നു കേട്ടോ. അതെ, ഒരു ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം. അത് ഇവിടുത്തെ റെഫ്യൂജീസ് ആയത് നല്ല ടിബറ്റൻസ് ഓപ്പൺ ചെയ്തേക്കുന്ന ഇങ്ങനെ മാല, വള, അങ്ങനെ എന്തെങ്കിലും കരകൗശല സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഇതേ ആപ്രിക്കോട്ടിൽ ഈച്ച വന്നിട്ട് ആ ചേച്ചി ആട്ടിക്കളയാണ് കേട്ടോ. അപ്പോൾ ഇത് ആണ് ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ്. ഇത് ഇന്ന് അവധിയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ട മിക്ക കടകളും അടച്ചിട്ടേക്കാണ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ് ടിബറ്റൻ കട, അങ്ങനത്തെ കുറേ ഷോപ്പുകൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു, ഇതൊക്കെ അടച്ചു. എൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വഴിയിലിരുന്ന് വിൽക്കുന്നൊക്കെ ഉണ്ട്. അത് ഈ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇറങ്ങി നോക്കട്ടെ. ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇത് ക്ലോസ്ഡ് ആണ്, അവിടെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഈ ഭാഗത്ത് ഒരു ലേ പാലസ് ഉണ്ട് കേട്ടോ. അതും ഇന്ന് അവധിയാണ്, സൺഡേ ആയതുകൊണ്ട് നാളെ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് ലേ പാലസ് നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ആ മാർക്കറ്റിൽ എന്നാ കാണുമായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നു നോക്കാം. നമ്മുടെ അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഫസ്റ്റ് റീജിയണൽ സരസ് മേള ഓർഗനൈസ്ഡ് ബൈ ലഡാക്ക് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മേള പോലെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു പ്ലാറ്റ്ഫോം പോലെ പണിതിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ ഇരുന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നമുക്കത് പോയി കണ്ടു നോക്കാം. ശരിക്കും ഒരു ഫെയർ പോലെയാണ് കേട്ടോ. അതായത് ലഡാക്കിൻ്റെയും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ വിൽക്കാൻ കേട്ടോ. അങ്ങനെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, SHG എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ വന്നിട്ട് അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. ഇതുപോലെ മേളകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതിൽ പല സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വൂളിൻ്റെ ഐറ്റംസ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്, ജാംസ്, ജ്യൂസസ്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി എന്തോ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വഴിയുണ്ട് 1 kg 150 rupees. എന്താ സംഭവം? ഹിമാലയൻ റോസ്റ്റഡ് ബാർലി പൊടിച്ചത്, പിന്നെ മസ്റ്റാർഡ് ഓയിൽ, പിന്നെ അതുപോലെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ക്യൂട്ടായിട്ടുള്ള കരകൗശല സാധനങ്ങളും, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ഇതെന്താണ് ഡ്രൈ മിൻറ്റ്, ഡ്രൈ ചീസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. आपको कहाँ से हो? द्रोंग. हाँ, प्याज के पत्ते हम ये वो जंगली प्याज वही है. जंगली पहाड़ों में आते हैं. हाँ हाँ. ये पहाड़ों में आते हैं. प्याज का सम वो है. तो एक कैसे खा सकते स्मेल है. ये क्या करते हैं, तड़का लगाने के बाद उसमें थोड़ा सा अच्छा, जैसे अच्छा, डाल अच्छा. प्याज देते के हैं. पत्ते ही डाल सकते हैं। अच्छा, प्याज की वाली नहीं डालना, उसमें थोड़ा मसाला के टेप है ना, ओके, थोड़ा ओके. पिसा के ऐसे डाल ठीक सकते है. हैं. ले लो. ठीक, थैंक यू. ചീസ് വാങ്ങിട്ടോ, വെറുതെ ഇങ്ങനെ കുറിക്കാൻ പറ്റുന്ന പോലത്തെ ചീസ്, മധുരമുള്ള എന്നാണ് പറഞ്ഞത്. ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ തോന്നുമ്പോൾ അങ്ങനെ മേടിക്കാം. അങ്ങനെ അതിന് വേണ്ടി മേടിച്ചാൽ കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളുണ്ട് അവിടെ, പലതരം ചീസുകളൊക്കെ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇനി പ്രോപ്പറായിട്ട് കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. വെജ് മോമോ कितना आएगा एक पीस? इसमें हाँ. 10 हाफ दे दो कि हाँ. फुल दे दो? हाँ, हाफ दे दो. हाँ. ഒരു ഹാഫ് പ്ലേറ്റ് വെജ് മോമോസ് പറഞ്ഞു കേട്ടോ. അവിടെ ചിക്കനും കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നേക്കണുണ്ടല്ലോ ഒരു ജൈൻറ്റ് പ്ലേറ്റിലാണ്. കാണുമ്പോൾ നിങ്ങൾക്കത് ഒരു സ്റ്റീൽ പ്ലേറ്റാന്ന് തോന്നുമെങ്കിലും ഭയങ്കര ഹെവിയാണ് കേട്ടോ. എങ്ങനെ പോയാലും ഒരു 1/2 കിലോ ഉണ്ടാവും. അതെന്ത് മെറ്റലോണ്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും അതൊക്കെ വിട്ടിട്ട് മോമോസ് കഴിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ചട്നി തന്നിട്ടുണ്ട്. കപ്പലൊടിയാനുള്ള വെള്ളം കേട്ടോ വയൽ തന്നെ. ശരിക്കുള്ള മോമോസ് ഉണ്ടല്ലോ, അത് വെജാണെങ്കിൽ കൂടെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. बहुत अच्छा है दीदी. हाँ, बहुत अच्छा है. आप लोग कहाँ से हो? शेर से. अच्छा. ये क्या होता है? दही और सब्जी डाला हुआ। सब्जी डाला हुआ है, इसमें मिर्ची डाला हुआ है, तड़का लगा के इसको तंतूर बोलते हैं। തന്തൂർ. तंतूर अच्छा. ഇവിടെ ചേച്ചിമാര് വേറെ എന്തൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തന്തൂർ എന്നാണ് പറഞ്ഞത്. തന്തൂർ. ആ, അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു വീഡിയോ കാണുമ്പോൾ. താങ്ക് യു ജി.
അപ്പോൾ ഇതിൻ്റെ അകത്ത് തൈരുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, സബ്ജി അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കൂടിയിട്ട് തന്തൂർ അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഇങ്ങനെ പുളിയുള്ള തൈരില്ലേ, അതിൽ മല്ലിയില, കറിവേപ്പില, പിന്നെ എന്തൊക്കെയോ ഒരു സ്പൈസസിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. എന്താണെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ രസമുണ്ട്. നമ്മൾ ശരിക്കും പുളിയുള്ള തൈര്, അതാണ് മെയിനായിട്ട്. തന്തൂർ. അപ്പോൾ ഇവിടേക്ക് ഇരുന്ന് കഴിക്കാൻ സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ അകത്ത് ആൾക്കാർ നിറച്ച് പേര് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറേണ്ടത്. ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കണേ. അയ്യോ, ആ സാധനം ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണേ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഈ ഇത് കഴിക്കാം കേട്ടോ. നമ്മുടെ മോമോസ് കഴിച്ചിട്ട് തന്തൂർക്കും കൂടി കഴിച്ചിട്ട് പോകാം. ഇത് ടീക്കേ, താങ്ക് യു. അല്ലേ 80 രൂപയായിരുന്നു കേട്ടോ 5 മോമോസിന്. അപ്പോൾ പൈസ കൊടുത്ത് ആൻറ്റിമാരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ്, ആൻറ്റിമാരല്ല ചേച്ചിമാരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു ജൂലൈ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമസ്തേ എന്നല്ലെങ്കിൽ താങ്ക് യു എന്നുള്ളതിനൊക്കെ പേരും. അപ്പോൾ ഇത്തിരി ഇരുണ്ട് വരുന്നുണ്ട്, നമുക്കൊരു സ്ഥലം കൂടി പോകാനുണ്ട്. ഈ ബൈക്ക് എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ ഐഡിയ ഇല്ല. ഇനി തിരിച്ച് ആ വഴി തന്നെ പോകേണ്ടി വരുന്നു. എനിക്കൊരു ഓർമ്മയും കൂടി ഇല്ല എവിടെ ബൈക്ക് കൊണ്ട് വെച്ചാൽ. ചുമ്മാ ഈ വഴി ഒന്ന് നടന്നു നോക്കാം. നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം ഷെയ്ക്ക് കുടിക്കുന്നു, ഐസ്ക്രീം കഴിക്കണം, മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സൈഡിൽ പാംപോഷ് ഷെയ്ക്ക് കോർണർ എന്ന് പറഞ്ഞിട്ടൊരു കട കണ്ടു. ഭയങ്കര തിരക്ക് കേട്ടോ, ആൾക്കാർ ഇങ്ങനെ കുത്തി നിറഞ്ഞു നിൽക്കുകയാണ്. ആൾക്കാർ ഐസ്ക്രീം എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ ഒരു ചേട്ടൻ എടുത്തിട്ട് ഒറ്റയ്ക്ക് ഐസ്ക്രീം കഴിക്കുന്നു. അപ്പോൾ നമുക്ക് കയറി നോക്കാം കേട്ടോ. ഓറിയോ ഷേക്ക്, മാംഗോ ഷേക്ക്, ബനാന ഷേക്ക്, അങ്ങനെ പലതരം ഷേക്കുകളുണ്ട്. ഇതൊന്നും പോരാണ്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലോ UPI പേയ്മെൻറ്റ്സ് എടുക്കും കേട്ടോ. പണ്ടൊന്നും ഇവിടെ നെറ്റ് പോലും വർക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു പോസ്റ്റ് പെയ്ഡാണ് വർക്ക് ചെയ്യുള്ളൂ. എൻ്റെ എയർടെൽ പോസ്റ്റ് പെയ്ഡാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും UPI പേയ്മെൻറ്റ്സ് ആക്സെപ്റ്റബിൾ ആണ് കേട്ടോ. നമുക്കൊരു ഐസ്ക്രീം മേടിക്കാം. ലേ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വണ്ടി ഓടിച്ച് എത്തിയേക്കുന്നത് ശാന്തി സ്തൂപയുടെ അവിടെയാണ് കേട്ടോ. ഇവിടെ വരുന്നത് ഉണ്ടല്ലോ ഈ ഒരു നേരത്ത് കുറച്ച് ഇത്രയും ലേറ്റ് ആക്കണ്ട, ഒരു 6:30-7 അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഈ ശാന്തി സ്തൂപയുടെ പേര് കറക്റ്റായിട്ട് കിട്ടും, അതായത് ശാന്തി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് താഴെ ലേ മൊത്തം കാണാം കേട്ടോ. ലേ മൊത്തം നമുക്ക് കാണാം, ആ വാലി മൊത്തം. ദൂരെ നമുക്ക് ആ പാലസും കാണാം കേട്ടോ, ലേ പാലസും കാണാം, മാർക്കറ്റ് ഏരിയ അതൊക്കെ കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് അത് കാണാൻ. നിറച്ച് ഈ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് വന്നത്. ഈ ഒരു വാലി പോലെയുള്ള ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെയാണ് വന്നത്. ഭയങ്കര രസമാണ് ആ ഡ്രൈവ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇരുട്ടാവുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറാം. ഒരു 30 രൂപ എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. അതും കൊടുത്ത് നമ്മളിതേ ഒരു 100 മീറ്റർ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്കിതേ ശാന്തി സ്തൂപം മുമ്പിൽ എത്തും കേട്ടോ. ശരിക്കും നല്ല ശാന്തിയുണ്ട് കേട്ടോ, ഭയങ്കര സമാധാനം, ഭയങ്കര പീസ്ഫുള്ളായിട്ട് അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വ്യൂ ഉള്ള ഭാഗമാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ആ ഭാഗത്ത് വ്യൂ ഒക്കെ കാണാൻ പോയിക്കാണ്. ദൂരെ മഞ്ഞുമലകളെ കാണാം കേട്ടോ. ആ ദൂരെ ഉള്ള ഭാഗത്തൊക്കെ മലകളുടെ മുകളിൽ മഞ്ഞുകളൊക്കെ ഉണ്ട്, മഞ്ഞുകളെ. അപ്പോൾ ഇത് 1983 ഗ്യോമിയോ നാക്കുമുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് പണിത് തുടങ്ങിയതാണ്. എന്നിട്ട് ഇത് 91 എന്തോ ആണ് അതിൻ്റെ പണി തീർന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബുദ്ധൻ്റെ റിലിക്സ് ഒക്കെ ഉണ്ട്, അതായത് ബുദ്ധൻ്റെ നഖോ മുടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൽ എന്തെങ്കിലും ഒന്ന് ബോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും അത് പണിതുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കുറച്ച് കാണാം. ഇവിടുത്തെ കാഴ്ചകൾ, ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, കാഴ്ചകൾ കാണുന്നു. താഴെ ലേ സിറ്റി കുറച്ചും കൂടി ഇരുട്ടായപ്പോൾ ലൈറ്റൊക്കെ വന്ന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് രസമാണ് നോക്ക്, ഇതൊരു ഭംഗിയല്ലേ. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഡ്രൈ മൗണ്ടൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറത്താന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റേ. ഈ മലകളുടെ അപ്പുറത്താന്ന് തോന്നുന്നു നമ്മൾ താമസിക്കുന്നത്. ഇതാണ് ലേയുടെ ഭാഗം, അല്ലെങ്കിൽ ആ മലകളുടെ അപ്പുറത്ത് ആ ഒരു ഭാഗത്താണ് നമ്മൾ താമസിക്കുക. മോഡേൺ ലഡാക്കിൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്ന പത്മഭൂഷൺ കുഷോക് ബാക്കുല റിംപോച്ചയാണ് കേട്ടോ ഈ ഒരു സ്തൂപം ഇവിടെ പണിയാനുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നതും. പിന്നെ അദ്ദേഹം പലരെ അപ്രോച്ച് ചെയ്ത് അവസാനം ഫ്യൂജി ഗുരുജി അപ്രോച്ച് ചെയ്യും. ഫൈനലി ഇത് പണിയുന്നത് നമ്മുടെ ജാപ്പനീസ് മോങ്കോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ അതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ എൻ്റെ ശരിക്കും ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കാണണം.
സൂബയുടെ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ പതുക്കെ തിരിച്ച് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. പോണ വഴിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കണം. ഒരു ചെയിൻ ലൂബ് വാങ്ങണം. ചെയിൻ്റെ അവിടെ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെയിൻ ഡ്രൈ ആയതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെയിൻ ലൂബ് വാങ്ങണം. പറ്റി കഴിഞ്ഞാൽ വണ്ടി ഒന്ന് കഴുകണമെന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ ഡേർട്ടൊക്കെ എൻ്റെ അകത്ത് നിന്ന് പോകും. അപ്പോൾ തന്നെ കുറച്ചും കൂടി ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഇതൊക്കെ ഇനി നേരത്തെ നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല മഴക്കാറാണ്. നാളെ പോയിട്ട് നാളത്തെ റൈഡിനുള്ള പ്രിപ്പറേഷൻ ഇന്ന് പോയിട്ട് ചെയ്യണം. അത് വേറെ കാര്യങ്ങൾ എല്ലാം ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ നാളെ മഴയാണെങ്കിൽ വീണ്ടും പെടും. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയും കഴിഞ്ഞ ദിവസമല്ല ഇന്നലത്തെ പോലെ തന്നെയും. അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ് എല്ലാം നല്ല പോലെ നടക്കട്ടെ. അപ്പോൾ എങ്ങോട്ടാണ് പോണേ കാര്യങ്ങളൊക്കെ നാളത്തെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.